എൻ്റെ പേര് ഷംന. ഞാൻ പ്രിപ്പറേറ്ററിയിലെ എമ്മിൻ്റെ ഉമ്മയാണ്. മോനിപ്പോൾ 4.5 വയസ്സായി. നമ്മൾ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.25 വയസ്സിൽ തന്നെ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തെറാപ്പീസൊക്കെ കൊടുത്തു. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ഒരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ആ തെറാപ്പീസ് അത്രയും ഒരു എഫക്റ്റായിട്ട് വന്നിട്ടില്ലായിരുന്നു. ആൾ നടക്കാത്തത് ലെവലായിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പീച്ചിലായാലും അവൻ്റെ ഡെയിലി റൂട്ടീൻസിലായാലും ഒന്നും ഒരു ഡെവലപ്മെൻറ്റ് അത്ര തോന്നാത്തത് കൊണ്ടാണ് നമ്മൾ തണലിലേക്ക് വരുന്നത്. അങ്ങനെ തണലിൽ വന്നതിന് ശേഷം ഇപ്പോൾ 1.5 വർഷമായി തണലിൽ വന്നിട്ട്. അവന് 3 വയസ്സായ സമയത്ത് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ആൾ വരുന്ന സമയത്ത് ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും, ഈവൻ അവന് സ്പെക്സ് ഉണ്ടായിരുന്നു, അത് വെക്കാനോ അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത രീതിയിലായിരുന്നു കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഈ ഒരു 1.5 വർഷം നമ്മൾ വന്ന സമയത്ത് ഇത് പെട്ടെന്നാണെന്ന് തോന്നിയെങ്കിലും ആസ് എ പാര എന്നുള്ള രീതിയിൽ ഇവിടെ വന്നപ്പോഴാണ് പല സിറ്റുവേഷൻസിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. തെറാപ്പിക്ക് വന്നതാണെങ്കിൽ കൂടെ ഡോക്ടർ സജസ്റ്റ് ചെയ്തപ്പോൾ പ്രിപ്പറേറ്ററിയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ കറൻ്റ്ലി മോൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെയാണ്. ഈവൻ കോൺസെൻട്രേഷൻസിലും തെറാപ്പീസ്, അതായത് അവനിപ്പോൾ എടുക്കുന്ന തെറാപ്പി OTയും അതേപോലെ തന്നെ BT എടുക്കുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി. അപ്പം അതിലെല്ലാം തന്നെ അവന് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അതായത് സ്പീച്ചിൽ ആളിപ്പോഴും കംപ്ലീറ്റ്ലി വന്നിട്ടില്ല. അത് അവൻ്റെ ഒരു കണ്ടീഷൻ്റെ ബേസിസിലാണ്. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ അവന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഞാൻ അവിടെ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവരൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഡേ കെയർ എന്നൊരു ഓപ്ഷൻ അല്ലാതെ ഒരു സ്കൂളിങ്ങിലേക്ക് അവനെ എടുക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ ഒരു കേസ്. പിന്നെ ഇവിടെ വന്നു. ഇപ്പം അവന് വളരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും നല്ല ചേഞ്ചസ് വന്നു. അവന് ഡെയിലി റൂട്ടീൻസിലായാലും കുറേ അക്സെപ്റ്റൻസും കാര്യങ്ങളും, അവന് ഇരിക്കാനും ആ ടോളറൻസ്, ക്ലാസ്സിലാണെങ്കിൽ ഇരിക്കാനുള്ള ടോളറൻസും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ആക്ച്വലി എന്താ വെച്ചാൽ പുതിയ സ്കൂൾ അഡ്മിഷൻ കിട്ടി. കാലിക്കറ്റ് തന്നെ വിസ്റ്റേണിറ്റ്സ് എന്ന സ്കൂളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനായിട്ട് ഈ അക്കാദമിക്കിൽ, അതായത് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ തെറാപ്പീസ് ആയാലും നല്ല സപ്പോർട്ടീവായിരുന്നു. അതേപോലെ തന്നെ എസ്പെഷ്യലി പറയേണ്ട കേസ് പ്രിപ്പറേറ്ററിയിലെ ടീച്ചേഴ്സും അതേപോലെ തന്നെ അവിടുത്തെ ചേച്ചിയൊക്കെ നമുക്ക് അത്രയും സപ്പോർട്ടും കാര്യങ്ങളും തന്നതുകൊണ്ടും അവരത്രയും കെയറും അവരത്ര സ്ട്രിക്റ്റായിട്ട് തന്നെയായിരുന്നു. നല്ലൊരു സപ്പോർട്ടീവായിട്ട് അവരെ ചെയ്തു. ഇപ്പോൾ അവരെല്ലാം എമ്മിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നല്ല ഡെവലപ്മെൻറ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ഒരു നോർമൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂളിലേക്ക് മാറുകയാണ്. അപ്പം അതിൽ നല്ല ഹാപ്പിയാണ് ആക്ച്വലി. ഇവിടുന്ന് പ്രിപ്പറേറ്ററി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന എല്ലാ മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.